ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഭദ്രകാളിക്ക് ഈ ഒരൊറ്റ വഴിപാട് ചെയ്താൽ മതി സകല സാമ്പത്തിക പ്രതിസന്ധികളും സകല കുടുംബ ദുരിതങ്ങളും സകല ദുരിതങ്ങളും നിമിഷ നേരം കൊണ്ട് ഭദ്രകാളി മാറ്റിത്തരും. അങ്ങനെയുള്ളൊരു കാര്യമാണ്. ഇത് ചിലർക്ക് ചിലപ്പോൾ ഒരു തവണ ചെയ്താൽ മതി, ചിലർക്ക് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. അതൊക്കെ നിങ്ങളുടെ ദോഷത്തിൻ്റെ കാഠിന്യം പോലെയും നിങ്ങളുടെ വിശ്വാസം പോലെയൊക്കെ ഇരിക്കും. ഒരു തവണ ചെയ്തവർക്ക് പോലും ബലമുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്ത ഒരു തവണ ചെയ്തവർക്ക് പോലും ബലം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചിലർക്ക് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരാം. അതൊക്കെ നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക. അപ്പം അങ്ങനെയുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഒരു വഴിപാട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇത് ആർക്കും ഇപ്പം ചെയ്യുകയോ ചെയ്യിപ്പിക്കുകയോ ചെയ്യാം. വിശ്വാസം വേണമെന്ന് മാത്രം അമ്മയിൽ. അത് ഫലം കിട്ടിയ കാര്യമാണ്. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു. അതിൻ്റെ സന്തോഷം എനിക്കുണ്ട്. ആ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഏതൊരാൾക്കും അത് ഉപകാരപ്പെടും. നിങ്ങളൊരു വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് ഈ വീഡിയോ പറയുന്ന മുഴുവൻ കാര്യം അറിഞ്ഞിരിക്കണം. കാരണം ഒരു വീട്ടിലെ സകല ദുരിതങ്ങളും മാറാനുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത്. അതോടൊപ്പം ആരും പറഞ്ഞു തരാത്ത ഒരു രഹസ്യവിദ്യ ഇത് കഴിഞ്ഞു പറഞ്ഞു തരുന്നുണ്ട്. അതായത് വീടിൻ്റെ അടുക്കളയിലേക്ക് വെളിയിൽ നിന്ന് കയറുമ്പോൾ ഒരു ചെറിയ ഒരു രഹസ്യവിദ്യ. ആ വീട്ടിലെ കലഹങ്ങൾ സ്വിച്ചിട്ട പോലെ നിൽക്കും. അത്ഭുതകരമായ കാര്യമാണ്. ഞാനിതെന്തിനാണ് പറഞ്ഞു തരുന്നത്? ഒരുപാട് കുടുംബങ്ങളിലെ ആ ഒരു പ്രശ്നങ്ങൾ മാറുമ്പോൾ, കലഹങ്ങളെ സാമ്പത്തിക പ്രതിസന്ധികളെ ഒക്കെ മാറുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷം. അതാണ് ശരിക്കുമുള്ള പ്രാർത്ഥന. അതാണ് ശിവബോധം. നമുക്ക് സന്തോഷം. ഇനി ഞാൻ എൻ്റെ ഫാദറിനെ കൊണ്ട് ആശുപത്രിയിൽ പോയപ്പോൾ എൻ്റെ മനസ്സിൽ പ്രാർത്ഥന മുഴുവൻ ഈശ്വര അവിടെ ഇരിക്കുന്ന എല്ലാ രോഗികളുടെ അസുഖം ഭേദപ്പെടണമെന്ന്. അല്ലാതെ എൻ്റെ കാര്യം മാത്രമല്ല. അപ്പോഴൊരു സന്തോഷമുണ്ട്. അത് നിങ്ങളും അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കും ആ സന്തോഷം മനസ്സിലാക്കും. അതാണ് ശിവബോധം. അല്ലാതെ എനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും നന്മ ഉണ്ടാകണം എന്ന ഒരു സന്തോഷം. ആ സന്തോഷം വേറെ എന്ത് ചെയ്താലും കിട്ടത്തില്ല. അപ്പം ഇത് ഒരുപാട് കുടുംബങ്ങളിൽ മാറ്റം ഉണ്ടാക്കും. ലക്ഷക്കണക്കിന് കുടുംബങ്ങളിൽ, അല്ലെ 10,000-കണക്കിന് കുടുംബങ്ങളിൽ, അല്ലെ പോട്ടെ 1000-കണക്കിന് കുടുംബങ്ങളിൽ ഇത് ഉറപ്പായിട്ട് മാറ്റം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പിന്നെ പച്ചപ്പട്ടിൻ്റെ ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. ഉറപ്പാണ് സാമ്പത്തികം വരും വിശ്വാസത്തോടെ ചെയ്താൽ. പിന്നെ ചൊവ്വാഴ്ചയുടെ ഒരു രഹസ്യം പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ തിങ്കളാഴ്ച ഒരു വൈകിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. ഇതെല്ലാം ഓരോ കാര്യത്തിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്യുക, പക്ഷെ മുഴുവൻ അറിഞ്ഞിരിക്കണം. ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ പിന്നെ വല്ല കാട്ടിലൊക്കെ പോയി താമസിക്കണം. ഒരു കുടുംബമായിട്ട്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഇപ്പം നമ്മൾ കല്യാണം കഴിച്ചാൽ ഇല്ലേ പോലും ഒരു കുടുംബം, ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തി ഇത് അറിഞ്ഞിരിക്കണം ഈ കാര്യമല്ല. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. വിശദമായിട്ട് പറയുന്നുണ്ട്. ഇന്ന് ഒരുപാട് വൈകിയാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരുപാട് എനിക്ക് ക്ഷീണമുണ്ട്. വർക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഞാനിന്ന് വീഡിയോ ഇടണോ വേണ്ടോ എന്നിങ്ങനെ സംശയിച്ച് തന്നെ ഇരുന്നതാണ്. പക്ഷെ എങ്കിലും അതല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ദിവസവും ഞാൻ ചെയ്തിരിക്കും. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ അതെൻ്റെ ഉപാസനയാണേലും എൻ്റെ പ്രാണായാമമാണേലും എൻ്റെ ശിവവിദ്യ ആണേലും എന്താണേലും അത് എൻ്റെ വീഡിയോ 8 മണിയൊക്കെ 8:30 ഇടയ്ക്ക് രാത്രിയിൽ അത് കാണാൻ കാത്തിരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ എഴുന്നേറ്റ് നിൽക്കുമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തിരിക്കും. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ടെല്ലാം പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഹസ്തരേഖ, സംഖ്യ, ജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നെന്ന് പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. ഇന്ന് ചെയ്താൽ നാളെ ഫലം കിട്ടുമെന്നൊന്നും വിചാരിക്കരുത്. ആവർത്തിക്കേണ്ടി വരും. ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ അത് ചെയ്യാവുന്ന, ഏതൊരാൾക്കും ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും നല്ല വഴിപാടുകളും സ്വയം വീട്ടിൽ ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യുന്ന രീതി പറയും. കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാതെ ചെയ്യാതിരിക്കുക. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരും. എങ്ങനെ ഭാഗ്യസംഖ്യ പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ പറയും. ഞാൻ പറയുന്ന ശരനൂൽ രഹസ്യം വേറെ ആരും പറഞ്ഞു തരത്തില്ല. ശിവ രഹസ്യം, ശരനൂൽ വിദ്യ, ശാസ്ത്ര രഹസ്യം, ഭദ്രകാളി രഹസ്യം, അതെല്ലാം നല്ല കാര്യങ്ങളാണ്. ഈ വീഡിയോ പറയുന്ന പോലുള്ള നല്ല കാര്യങ്ങൾ, ആ വിദ്യകളൊന്നും വേറെ ആരും പറഞ്ഞു തരത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. കാരണം അത് പറഞ്ഞു തരാൻ പറ്റത്തില്ല.
കാരണം ഞാനൊരു ശിവയോഗിയാണ്. ഞാൻ ആ സന്യാസി ആ ഒരു രീതിയിലുള്ള പാത പിന്തുടരുന്ന ആളാണ്. അതായത് അക്ഷരീശ്വരന്മാരുടെ പാത. നമുക്ക് അങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന ജ്ഞാനം സാധാരണ ആളുകൾക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ല വേറൊരു ആ രീതിയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ് നേരിട്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വളരെ ചുരുക്കി ഒരു മെസ്സേജ് ഇടുക. ഒരുപാട് കഥ പറയരുത്, ചുരുക്കി ഒരു മെസ്സേജ്, ഒരു കാര്യം മാത്രം ചോദിക്കുക. എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന ഏതെങ്കിലും നല്ലൊരു പരിഹാരം പറഞ്ഞു തരും, അനുഭവമുള്ള. അത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഒരുപാട് വോയിസ് ഇടരുത്, ഞാൻ നോക്കത്തില്ല. ഒരു കാര്യം ചുരുക്കി ഇടുക, ഒരു കാര്യം ചോദിക്കാവുള്ളൂ, ഞാൻ പറഞ്ഞുതരും. ഇനി വിശകലനം ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ അത് വിശകലനം ചെയ്യാൻ വേണ്ടി ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എന്നിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. എന്നിട്ട് മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് കൊടുക്കും. ആ ഡേറ്റിന് വേണ്ട രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് വിശകലനം ചെയ്ത് അങ്ങനെയാണ്. ഇതാണ് സാഹചര്യം. ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഞാൻ എൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഒരിക്കലും ഫ്രീ ആകാറില്ല കുറേ വർഷങ്ങളായിട്ട്. ഞാൻ എപ്പോഴും തിരക്കി തരാം. പിന്നെ മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് കൊടുത്ത് അങ്ങനെയാണ് ചെയ്തു പോകുക. ഒരാൾ പറഞ്ഞ് 4 മാസമായിട്ട് സാറേ വാട്സപ്പിൽ ഇട്ടിട്ട് റിപ്ലൈ ചെയ്യുന്നില്ലല്ലോ, ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ് വർഷങ്ങളായിട്ട് വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുന്നവരുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ വർക്ക് എടുക്കുന്ന സമയത്ത് ആർക്ക് കാണുന്നോ അവർക്ക് റിപ്ലൈ ചെയ്യും. അങ്ങനെയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ വിഷയത്തിലേക്ക് വരികയാണ്. ഇത് ഓരോ വീഡിയോയിൽ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ഇത് കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരാറില്ല. എല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ ഒരു മനുഷ്യനാണല്ലോ. ഇതെല്ലാ വീഡിയോയിലും പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, അതുകൊണ്ടാണ് പറയുന്നത്. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടായിരിക്കും, അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും പറയുന്നത്. സാഹചര്യം മനസ്സിലാക്കുക കേട്ടോ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് ഇപ്പം വീട്ടിൽ വളരെ സാമ്പത്തിക പ്രതിസന്ധി, നിങ്ങൾ ചൊവ്വാഴ്ച ഞാനീ പറയുന്ന കാര്യം ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുക. ഇനി വീട്ടിൽ വലിയ കലഹം, ഭയങ്കര പ്രശ്നങ്ങൾ, കലഹങ്ങൾ, വഴക്കുകൾ, പ്രശ്നങ്ങൾ, അതുപോലെ ദുരിതങ്ങൾ, എപ്പോഴും ദുരിതങ്ങൾ, ഈ എപ്പോഴും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സകലവിധ ദുരിതങ്ങളും ഞാനീ പറയുന്ന രീതിയിൽ ചൊവ്വാഴ്ച നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുക. ഞാനിത് പറഞ്ഞ രീതി ചെയ്തവർക്ക് റിസൾട്ട് കിട്ടി, അതിൻ്റെ സന്തോഷം കൊണ്ടായി പറഞ്ഞു തരുന്നത്. കൃത്യമാണ്, വ്യക്തമാണ്, അത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. ലളിതമായ കാര്യങ്ങളാണ്. 100 രൂപയേ ഉള്ളൂ ഞാൻ പറഞ്ഞിട്ട് ക്ഷേത്രത്തിൽ ചെയ്തവർക്ക്. പിന്നെ 100 രൂപ തിരുമേനി കൂടെ കൊടുക്കണം, അത്രയേ ഉള്ളൂ. ചൊവ്വാഴ്ച ഇത് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് കേട്ടോ. അതുകൂടെ കേട്ടിട്ട് മുഴുവൻ വീഡിയോ കേൾക്കണം. അറ്റവും വലിയ കേട്ടിട്ട് ഒന്നും ചെയ്യാൻ പോകരുത്, അത് ഫലം കിട്ടത്തില്ല. ഒരു 10 മിനിറ്റ് അല്ല 5 മിനിറ്റ് അല്ല 15 മിനിറ്റ് അതിനു വേണ്ടി മാറ്റി വെക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായി വീട്ടിലെ കലഹങ്ങൾ മാറാനും, വീട്ടിൽ സന്തോഷം ഉണ്ടാകാനും, സമ്പത്ത് വരാനും, സകല ദുരിതങ്ങളും മാറാനും, നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും പലപ്പോഴും ഈശ്വരാധീനം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈശ്വര ഞാൻ ഇത്രയും നാളും കിടന്ന് അലഞ്ഞത് എൻ്റെ ഈശ്വരാധീനത്തിൻ്റെ കുറവുകൊണ്ടാണല്ലോ എന്ന് അപ്പോഴേ മനസ്സിലാകത്തില്ല. അതാ മനസ്സിലാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈശ്വരാധീനം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ജീവിതം മാറുമ്പോൾ മനസ്സിലാവും, ഇതായിരുന്നല്ലോ ചെയ്യേണ്ടിയിരുന്നത്, ഇത് ചെയ്താൽ മതിയായിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഇത് മുഴുവൻ കേൾക്കണം കേട്ടോ, എന്നിട്ടേ ചെയ്യാവുള്ളൂ. അതായത് ചൊവ്വാഴ്ച ദിവസം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി വഴിപാട് ചെയ്യാം. ഗുരുതി, വെള്ളിയാഴ്ച ഗുരുതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അത് നല്ലത് തന്നെയാണ്, അതും ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ചൊവ്വാഴ്ച ഗുരുതിക്ക് വേറൊരു പ്രത്യേകതയും കൂടെ. എന്താണെന്നറിയോ, വെള്ളിയാഴ്ച ഗുരുതി ചെയ്താലും ഈ പറയുന്ന ഗുണമൊക്കെ ലഭിക്കും. എങ്കിലും ചൊവ്വാഴ്ച ഗുരുതി ചെയ്താൽ മറ്റു ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ വീട്ടിൽ ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയാണ്. അപ്പോൾ ചൊവ്വാഴ്ച ക്ഷേത്രത്തിൽ ചെന്ന് ഈ ഗുരുതി വൈകിട്ടായിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ വൈകിട്ടോ രാവിലെ ആയിരിക്കത്തില്ല മിക്കവാറും ചെയ്യുന്നത്. അപ്പോൾ അവിടെ അതിന് ബുക്ക് ചെയ്തിട്ട് അമ്മയ്ക്ക് നടക്കി നേരെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട്, നിങ്ങൾക്ക് സാമ്പത്തികമാണെങ്കിൽ അത് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പോരുക. പിന്നെ ഗുരുതി സമയത്ത് കണ്ടു തൊഴുക, പറ്റുന്നവർ കണ്ടു തൊഴുക, പ്രസാദം വാങ്ങുക, ഗുരുതി വെള്ളം വാങ്ങി വീട്ടിൽ തളിക്കുന്നത് നല്ലതാണ്. ഇല്ലേ പോലും നിങ്ങൾ ചെയ്യുക. ഇനിയും ചെയ്യിക്കുന്നവരാണെങ്കിലും ചെയ്യിക്കുക. വിശ്വാസമുള്ളവർക്ക് ബലം കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ പല രീതിയിൽ ചെയ്തു. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥയുടെയും 2 പേരുടെയും പേര് ചെയ്യണം. അപ്പോഴത് ശരിക്കും കുടുംബത്തിൽ മാറ്റം ഉണ്ടാകുന്നു. അതാ ഞാൻ പറഞ്ഞ മുഴുവൻ കണ്ടിട്ടേ ചെയ്യാവുള്ളത്. ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥയുടെയും 2 പേരുടെയും പേരിൽ ഗുരുതി ചെയ്യണം. ഇനി ഒരാളുടെ പേര് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ബലം കിട്ടും.
പക്ഷേ ഇപ്പോൾ ഒരു വീട്ടിൽ ഭയങ്കര പ്രതിസന്ധികളാണ്, ഭയങ്കര ദുരിതങ്ങളാണ്. അപ്പോൾ ആ ഗ്രഹനാഥയുടെയും 2 പേരുടെ പേര് ചെയ്താൽ കുറച്ചുകൂടി പെട്ടെന്ന് മാറ്റം ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാടിൻ്റെ പേര് ചെയ്താലൊന്നും കുഴപ്പമൊന്നുമില്ല, അതും ഫലം കിട്ടും. എങ്കിലും 2 പേരുടെ പേര് ചെയ്യുന്നത് കൂടുതൽ ഫലപ്രദമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അതിനകത്തെ കാര്യം എന്നാന്ന് പറയുന്നത്, പുരുഷനും പ്രകൃതിയും ചേരുമ്പോഴേ പൂർണ്ണമാകത്തുള്ളൂ, ശിവനും ശക്തിയും ചേരുമ്പോഴേ പൂർണ്ണമാകത്തുള്ളൂ. അതായത് പുരുഷനും സ്ത്രീയും 2 പേരുടെയും ആ 2 പേരും ചേരുമ്പോഴേ പൂർണ്ണമാകത്തുള്ളൂ. അപ്പം ഗ്രഹനാഥൻ്റെ പേരിൽ ചെയ്യുമ്പോഴും ഗ്രഹനാഥയുടെ കൂടെ പേര് ചേരുമ്പോൾ 2 പേരുടെയും പേരിൽ ആ ഗുരുതി വഴിപാട് ചെയ്യുമ്പോഴാണ് ശരിക്കും ആ വീട്ടിലേക്ക് യഥാർത്ഥത്തിൽ ഐശ്വര്യം വരുന്നത്. കാരണം ഈ ഗ്രഹനാഥയും ചേരുന്നതാണ് ആ കുടുംബം. പുരുഷനും പ്രകൃതിയും ശിവനും ശക്തിയും ഇത് 2ഉം കൂടെ ചേരുമ്പോഴാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നത്. ആ ഗ്രഹത്തിലേക്ക് ഐശ്വര്യം വരും. അല്ല ഗ്രഹനാഥൻ്റെ മാത്രം പേരിൽ ചെയ്താലും ഫലം ഉണ്ടാകില്ലെന്നല്ല, പക്ഷേ ആ വീട്ടിൽ പിന്നെയും ദുരിതങ്ങൾ നിലനിൽക്കും. അപ്പം 2 പേരുടെയും ഗ്രഹനാഥയുടെയും കൂടെ പേര് ചെയ്യുക. ഇനിയിപ്പോൾ ഗ്രഹനാഥൻ ഇല്ലാത്തടത്താണെങ്കിൽ ഗ്രഹനാഥൻ്റെ തന്നെ പേര് ചെയ്യുക, അല്ലെ ഗ്രഹനാഥൻ ഇല്ലാത്തടത്താണെങ്കിൽ ഗ്രഹനാഥന് തന്നെ പേര് ചെയ്യുക, അല്ലെ ഒരു ജോലിക്കാരനാണെങ്കിൽ മോൻ്റെ പേര് തന്നെ ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. ഗ്രഹനാഥയും ഉണ്ടെങ്കിൽ ആ വീട്ടിൽ അതുപോലെ ദുരിതമാണെങ്കിൽ 2 പേരുടെയും പേര് ചെയ്യുക. ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേക ആവശ്യത്തിനാണെങ്കിൽ ഒരാളുടെ പേര് ചെയ്യാൻ, അതിനകത്ത് തെറ്റൊന്നുമില്ല, ഫലം കിട്ടും. ഇപ്പോൾ ഒരു വീട്ടിൽ എപ്പോഴും ദുരിതമാണ്, ഗ്രഹനാഥ അടങ്ങിയ ഒരു കുടുംബത്തിൽ എപ്പോഴും കലഹം, വഴക്ക്, ദുരിതം, സാമ്പത്തിക പ്രതിസന്ധി എന്നും ദുരിതങ്ങളാണെങ്കിൽ അവരുടെ 2 പേരുടെയും പേര് ചൊവ്വാഴ്ച ഗുരുതി, നല്ല രീതിയിലുള്ള ക്ഷേത്രത്തിൽ ചെയ്യുന്ന ഗുരുതിയുടെ കാര്യമാണ് പറയുന്നത്. ചൊവ്വാഴ്ച ഗുരുതി അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുക. 100 രൂപയാണ് ഒരാളുടെ. നമ്മളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യിക്കുന്നത്. ഇനി ഓരോരുത്തരുടെ കാര്യം അറിയത്തില്ല. 100 രൂപ തിരുമേനി കൂടെ കൊടുക്കുക, അത്രേ ആകത്തുള്ളൂ. അപ്പോൾ അത് വലിയ പൈസയൊന്നും ആകത്തില്ല. നമ്മൾ എത്രയോ കാശ് വെറുതെ കളയും. അപ്പോൾ അത് ചൊവ്വാഴ്ച ചെയ്യുക. ഇനിയും ചിലർക്ക് ഒരു തവണ ചെയ്തവർക്ക് തന്നെ മാറ്റം ഉണ്ടായി കണ്ടിട്ടുണ്ട്. കലഹങ്ങളൊക്കെ സ്വിച്ചിട്ട പോലെ നിന്നിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങൾ സ്വിച്ചിട്ട പോലെ മാറിയിട്ടുണ്ട്. ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അതെനിക്കൊരു അനുഭവമുള്ള ഏതെങ്കിലും ഞാൻ പറയത്തുള്ളൂ. പലരും എന്നോട് പറയും ആ ക്ഷേത്രത്തിൽ അതുണ്ട്, ഈ ക്ഷേത്രത്തിൽ ഇതുണ്ട്. ഞാൻ പറയാം അതൊന്നും ഞാൻ പറയത്തില്ല. അല്ലെങ്കിൽ ചില വഴിപാടുകൾ ചിലത് ചെയ്താൽ ഞാൻ പറയും എനിക്ക് അനുഭവമുള്ള ഒന്നും ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്തവർക്ക് അനുഭവത്തിൽ വന്ന കാര്യങ്ങൾ അത് മാത്രമേ ഞാൻ പറയാറുള്ളൂ. കാരണം ഇപ്പോൾ ഒരു ദിവസം ഏകദേശം 40,000-50,000 ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. ഒരു ദിവസത്തെ ഒരു വീഡിയോ അല്ല, എല്ലാ വീഡിയോ കാണും. അപ്പോൾ എത്രയോ ആളുകൾക്ക് പിന്നെ വാട്സപ്പിൽ കൂടെ ഞാൻ പലർക്കും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കും. വിശകലനം ചെയ്യുന്നുണ്ടവർക്ക് അത് പിന്നെ വർക്ക് എടുത്ത് അങ്ങനെ ചെയ്യും. എത്രയോ ആളുകൾക്ക് സൊല്യൂഷൻസ്, പരിഹാരം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം അല്ലെങ്കിൽ എത്ര കുറഞ്ഞാലും ഒരു ദിവസമല്ല 2 ദിവസം കൊണ്ടാണ് കേട്ടോ. 2 ദിവസം കൊണ്ട് 40,000-50,000 പേര് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ശരാശരി 20,000-25,000 പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. മൊത്തം വീഡിയോ അത് വലിയ വ്യൂ ഒന്നുമല്ല, കാണുന്നുണ്ട്. അത്രയും പേർക്കും നമ്മൾ ഇതുപോലെ സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുക. എത്ര പേരുടെ ജീവിതത്തിൽ അത് ഗുണം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരാൾ ഒരു ജീവിതത്തിൽ കുറേ വർഷങ്ങൾ തന്നെ ജീവിക്കുമ്പോൾ ശരിക്കും അയാൾ ചെയ്യുന്നൊരു പ്രവൃത്തി അത് സത്യസന്ധം ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്നാണെങ്കിൽ അത് ശരിക്കും ഈശ്വരീയമല്ലേ. കാരണം അത്രയും ജീവിതങ്ങൾ മാറുമ്പോൾ അത് സാധാരണ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ എത്ര വർഷമായി ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 25,000 പേര് ഞാൻ പറയുന്ന പരിഹാരങ്ങൾ കാണുന്നുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും ഒരു 20,000 പേര് കാണുമ്പോൾ അതിൽ 10,000 പേരെങ്കിലും അതൊക്കെ ചെയ്യുന്നവരുണ്ടാകും. ഒരു മോശമാണ് ഒരു ദിവസം അത്ര ആളുകൾക്ക് സൊല്യൂഷൻസ് കിട്ടുക, പറഞ്ഞു കൊടുക്കുക, അവരത് ചെയ്യുന്നവർ, എന്നിട്ട് അവർക്ക് ഫലം കിട്ടുന്നവർ. അതൊരു ദൈവികമായ ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഒരു ഉള്ളിലുള്ളൊരു ആത്മനിർവൃതിയിൽ അത് പറഞ്ഞു തരുന്നത്. കാരണം എത്രയോ ആളുകളുടെ ജീവിതം ഈ പറയുന്ന ചൊവ്വാഴ്ച നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗ്രഹനാഥയുടെയും പേരിൽ 100 രൂപയാകത്തുള്ളൂ ഒരാൾക്ക്. പിന്നെ തിരുമേനിക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് ദക്ഷിണ.
50, ഞാൻ 100 കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ചെയ്യുന്നവർക്ക് 100 കൊടുക്കും, അവർക്ക് സന്തോഷമാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ദക്ഷിണ കൊടുക്കാം, എങ്കിലും ഒരു 100 കൊടുത്താൽ സന്തോഷമാണ്, അത് നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ ചൊവ്വാഴ്ച നിങ്ങൾ ചെയ്താൽ ചിലർക്ക് ചിലപ്പോൾ ചൊവ്വാഴ്ചകൾ ആവർത്തിക്കേണ്ടി വരും, ചിലർക്ക് ആവർത്തിച്ചാലേ മാറ്റം ഉണ്ടാകത്തുള്ളൂ, കാരണം കൂടുതൽ ദോഷങ്ങളുണ്ടെങ്കിൽ. പക്ഷെ ഒരു തവണ ചെയ്തവർക്കും ഫലം കിട്ടിയിട്ടുണ്ട്. ഈ വീട്ടിലെ ഈ കലഹങ്ങളൊക്കെ പെട്ടെന്ന് നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും, ചിലപ്പോൾ ചില വീടുകളിൽ കണ്ടിട്ടുണ്ട്, ചിലർ എന്നാ പറഞ്ഞാലും ബഹളം ഉണ്ടാക്കുക, എന്നാ പറഞ്ഞാലും തർക്കിക്കുക, എന്നാ പറഞ്ഞാലും വഴക്കുണ്ടാക്കുക. ഇതൊക്കെ ചിലപ്പോൾ വീട്ടിൽ അച്ഛനായിരിക്കും, അമ്മയായിരിക്കും, മക്കളായിരിക്കും, എപ്പോഴും പ്രശ്നം. ആരും ഒരാളെ അംഗീകരിക്കത്തില്ല. നിങ്ങളിതൊന്ന് ചെയ്തു നോക്കി, ആ വീട്ടിൽ ശാന്തമാകും, അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, സമ്പത്തുണ്ടാകും, ആ വീട്ടിൽ മഹാലക്ഷ്മി വസിക്കും. അപ്പം നമ്മൾ വിചാരിക്കുക ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ, അല്ലെ അനുഭവം ഉണ്ടായാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ ഇതുകൊണ്ടായിരുന്നല്ലോ, എന്തോ വേറെ ഒരു കാര്യം കൊണ്ടായിരുന്നല്ലോ ഈ വീട്ടിൽ ഇത്രയും കലഹമുണ്ടായത്. അപ്പോഴും നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. അല്ല ഞാനീ പറഞ്ഞാലും നിങ്ങളത് അനുഭവമായാലും നിങ്ങൾക്കത് ബോധ്യപ്പെടുത്തുള്ളൂ. അങ്ങനെ ബോധ്യപ്പെട്ട ആളാണ് ഞാൻ. പലർക്കും പറഞ്ഞു കൊടുത്ത് എനിക്കങ്ങനെ അനുഭവത്തിൽ ഞാൻ കണ്ട ആളാണ്, അതുകൊണ്ടാണ് ഈ പറയുന്നത്, ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു. അപ്പം നിങ്ങൾ വിചാരിക്കണം, ഈ ബഹളം ഉണ്ടാക്കുന്നതൊക്കെ ഈ വ്യക്തിയുടെ പ്രശ്നമെന്ന് ഉപരി എന്തോ ഇവരെ സ്വാധീനിച്ച ഒരു എന്തോ ദോഷങ്ങളുടെ ഒരു ഫലമാണല്ലോ, അല്ലെങ്കിൽ നെഗറ്റീവുകളുടെ ഒരു ഫലമാണല്ലോ. അത് ഈ വഴിപാട് ചെയ്തപ്പോൾ മാറിയല്ലോ, അല്ലെ പിന്നെ മാറത്തില്ലല്ലോ. നിങ്ങൾ ചെയ്തു, എനിക്ക് ഉറപ്പാണ്. കാരണം അത് ചെയ്തെടുത്ത്, അതുപോലെ പ്രശ്നങ്ങളുള്ളിടത്ത്, ദുരിതങ്ങളുള്ളിടത്ത്, ഇത് ഞാൻ ചെയ്തെടുത്ത് പെട്ടെന്ന് ഫലം കിട്ടിയിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു ബഹളത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ഈ ബഹളങ്ങളും കാര്യങ്ങളും ഉണ്ടാകാൻ ഒരു തുടക്കം, ഒരു അന്തരീക്ഷം കാണുമ്പോഴേ ഈ ഒരു വഴിപാടിന് നിങ്ങൾ കുളിമുറി കയറുക, കൈയും കാലും മുഖവും കഴുകിയിട്ട് അടുത്തുള്ള ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൻ്റെ പേര് വാഗൊണ്ട് വിളിച്ചു ചൊല്ലി, അമ്മേ അടുത്ത ചൊവ്വാഴ്ച ഞാൻ ഗുരുതി വഴിപാട് ചെയ്തേക്കാം. അത് ഗ്രഹനാഥനുണ്ടെങ്കിൽ ഗ്രഹനാഥനും, ഗ്രഹനാഥയുണ്ടെങ്കിൽ ഗ്രഹനാഥയും, 2 പേരും ഉണ്ടെങ്കിൽ 2 പേരുടെയും പേര് ചെയ്യുക. സമാധാനവും സന്തോഷം നൽകണേ, സമ്പത്തും ഐശ്വര്യം നൽകണേ എന്ന് പറയുക. കൈയും കാലും മുഖം നനച്ചിട്ട് കുളിമുറി കയറി കഥ കടച്ചിട്ട് നമ്മളത് ചെയ്താൽ അതിന് നല്ലൊരു മനസ്സടക്കം കിട്ടും. അതുകൊണ്ടാണ് കുളിമുറി കയറി കഥ കടച്ചിട്ട് നമ്മളെ അറിയുന്നുള്ളൂ. നമുക്കത് മനസ്സിനൊരു പ്രത്യേക ഒരു മനസ്സുൾ വലിയും, മനസ്സിനൊരു മനസ്സടക്കം കിട്ടും. അതുകൊണ്ടാണ് ആ പ്രാർത്ഥന പെട്ടെന്ന് ഫലം കാണുന്നത്. പറഞ്ഞാൽ മനസ്സിലാവും. അപ്പം നിങ്ങൾ ഇത് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. എന്നിട്ട് പെട്ടെന്ന് വലതുകാലം വെച്ച് ഇറങ്ങുക. എന്നിട്ട് ചൊവ്വാഴ്ച പോയി, ഇനി അതല്ല, നിങ്ങളിപ്പം അടുത്ത ദിവസം പോയി അവിടെ ബുക്ക് ചെയ്യുക, 2 പേരുടെയും പേര് ഗുരുതിക്ക്. ചൊവ്വാഴ്ച അവർ ചെയ്തോളും. കണ്ട് തൊഴുവാണ് നല്ലത്, ഇല്ലേലും ഫലം കിട്ടിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ ചെയ്യിച്ചാലും ഫലം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ ദേവി വിശ്വാസം വേണം. ഇനി പോയി കണ്ടു തൊഴുത് പ്രാർത്ഥിക്കുവാണെങ്കിൽ വളരെ നല്ലത്. ഇവിടെ ഗുരുതി വെള്ളം കൂടെ മേടിച്ച് വീട്ടിൽ തളിക്കുവാണെങ്കിൽ വളരെ നല്ലത്. അത് പറ്റുന്നവർ ചെയ്യുക. ഇത് ഇങ്ങനെ ചെയ്യാം. ഇനി ഇതല്ല, ഇപ്പം ഒരാളുടെ ജോലിക്കാര്യമാണ്, അല്ലെ ഒരു ഗൾഫിന് പോകുന്ന കാര്യമാണ്, അല്ലെ കൂട്ടുകെട്ടുകൾ, മോശം കൂട്ടുകെട്ടുകളിൽ പോകുന്നു, ഭയങ്കര പ്രശ്നങ്ങൾ, ആ ഒരു വ്യക്തിക്ക് വേണ്ടിയും ചെയ്യാം. മനസ്സിലായല്ലോ? അങ്ങനെയും ചെയ്യാം. ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. ചൊവ്വാഴ്ചകൾ ചെയ്യുക. ഇനി വെള്ളിയാഴ്ചകളും ഗുരുതി ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അതും ഫലമുണ്ടാകുക തന്നെ ചെയ്യും. പക്ഷേ ഈ കലഹങ്ങളെ, പിന്നെ കുടുംബ ദുരിതങ്ങളെ, മുൻജന്മ ശാപങ്ങളെ, ഇങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് മാറാൻ ചൊവ്വാഴ്ച ചെയ്യുന്നത് നല്ലതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വെള്ളിയാഴ്ച ഇടയ്ക്ക് ചെയ്താലും സമ്പത്തും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകാൻ വെള്ളിയാഴ്ച ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ദുരിതശമനം ചൊവ്വാഴ്ച പെട്ടെന്ന് ഗുരുതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞിരുന്നത്, ഭഗവാന്റെ മുന്നിൽ നിന്നാണ് പറഞ്ഞിരുന്നത്. അത് മനസ്സിലായി. അല്ലാതെ ഈ പുസ്തകം അവിടെ ഇവിടെ വായിച്ചതോ കേട്ടതോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞിരുന്നെല്ലാം എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളെ, അനുഭവമുള്ള കാര്യങ്ങളെ പറഞ്ഞു തരാറുള്ളൂ. അത് കൈരേഖയാണേലും കൊള്ളാം, സംഖ്യാജ്യോതിഷമാണേലും കൊള്ളാം, ഈ ഇതുപോലുള്ള ആത്മീയമായ പരിഹാരങ്ങളാണേലും കൊള്ളാം, ഒരാൾക്കൊരു നിർദ്ദേശം കൊടുത്താലും കൊള്ളാം. ഇപ്പം ചാരവശാൽ ശനി ഇത്രയും നിൽക്കുന്നു, ഇന്ന കാര്യത്തിന് പോകാമോ, ഇപ്പം പോകരുത്, കൃത്യമാണത്. ഞാൻ അങ്ങനെ ആത്മാർത്ഥമായിട്ടേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളതല്ല, അല്ല പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളല്ല. എത്രയോ 10,000-കണക്കിന് ആളുകളെ പരിശോധിച്ച് അവരുടെ അനുഭവങ്ങൾ കണ്ടു അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന അനുഭവമാണ് ഏറ്റവും വലിയ ടീച്ചർ, ഏറ്റവും വലിയ അധ്യാപകൻ. അങ്ങനെ ഞാൻ ഒരു കാര്യത്തെ വിശ്വസിക്കത്തുള്ളൂ. പലതവണ റിപ്പീറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അത് കൈരേഖ നോക്കി പറയുന്നതാണെങ്കിൽ അത് കൃത്യമാണ്. സംഖ്യാജ്യോതിഷം നോക്കി പറയുന്നത് കൃത്യമാണ്. അത് കണ്ണടച്ചുകൊണ്ട് ഞാൻ പറയും, എനിക്ക് അതുപോലെ അനുഭവമാണ്. അപ്പം അതുപോലെയാണ് ഈ ഒരു പരിഹാരവും. ഇനി നിങ്ങൾ ചൊവ്വാഴ്ചകൾ അടുത്ത് വേണമെങ്കിൽ ആവർത്തിക്കാം, അല്ലെങ്കിൽ മാസത്തിലൊരു ചൊവ്വാഴ്ചയെങ്കിലും ചെയ്യണം കേട്ടോ. ഇനിയും കൂടുതൽ പ്രശ്നങ്ങളാണെങ്കിൽ ചൊവ്വാഴ്ചകൾ ആവർത്തിക്കുക.
നേരത്തെ ബുക്ക് ചെയ്താലും മതി. പറഞ്ഞ മനസ്സിലായല്ലോ. നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് ആ ദേവിയിൽ ചെല്ലണം, മനസ്സിൽ അമ്മ വരണം. പറഞ്ഞ മനസ്സിലായോ? ബുക്ക് ചെയ്യുന്ന സമയത്താണെപ്പോലും അമ്മയിൽ നിങ്ങളുടെ മനസ്സ് ചൊല്ലണം. ഭദ്രകാളിയിൽ അച്ചട്ടാണ് കേട്ടോ. ഇനിയും ലോകത്താരും പറഞ്ഞു തരാത്ത ഒരു രഹസ്യവിദ്യ പറഞ്ഞു തരാൻ പോകുന്നത്. അത് കലഹങ്ങൾ മാറാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങൾ ചെയ്തു നോക്കിക്കും. വീടിൻ്റെ അടുക്കളയുടെ വെളിയിൽ നിന്ന് അടുക്കളയിലോട്ട് കയറുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ അടുക്കളയിൽ നിൽക്കുക, നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുക, എന്നിട്ട് ഞാൻ പറയുന്ന രീതി അടുക്കളയിലോട്ട് കയറുക, ഇടതുകാല് വെക്കുക. വെച്ചിട്ട് നിങ്ങളുടെ മൈൻഡ് ഇടതുകാലിൽ, നിങ്ങൾ ഇടതുകാലിൽ നോക്കുകയൊന്നും വേണ്ട, പക്ഷെ മനസ്സ് ഇടതുകാലിലായിരിക്കണം ശ്രദ്ധ. അങ്ങനെ ഇടതുകാല് വെച്ച് കയറുക. അത്ഭുതകരമായിട്ട് വീട്ടിൽ സമാധാനം ഉണ്ടാകും. നിങ്ങളെ വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം. രഹസ്യവിദ്യയാണ്. അത് ശരനൂൽ വിദ്യ തന്നെയാണ്. നമ്മുടെ ഇടതുകാല്, അപ്പോൾ നമ്മുടെ റൈറ്റ് ബ്രെയിനാണ് ആക്റ്റീവ് ആവുന്നത്. റൈറ്റ് ബ്രെയിനാണ് ആ ഭാവന, സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരബോധവുമായിട്ട് കണക്റ്റായിരിക്കുന്നത്, പെട്ടെന്ന് കണക്റ്റ് ആകുന്നത്. അപ്പോൾ ഇടതുകാല് നിങ്ങൾ അടുക്കളയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി, എന്നിട്ട് വെളിയിൽ നിന്ന് അടുക്കളയിലോട്ട് കയറുക. കയറുമ്പോൾ ഇടതുകാല് നിങ്ങൾ വെക്കുക, ഇടതുകാല് വെച്ച് കയറുക. നിങ്ങൾ കണ്ണുകൊണ്ട് നോക്കുകയൊന്നും വേണ്ട ഇടതുകാല്. നിങ്ങളുടെ മനസ്സ് കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ ഇടതുകാലിലായിരിക്കണം ആ നിമിഷം. ഒരുപാട് നേരം ഇങ്ങനെ ഇടതുകാല് വെച്ച് നിൽക്കുകയൊന്നും വേണ്ട, ഇടതുകാല് വെച്ച് ജസ്റ്റ് കയറുക. അപ്പോഴാ മൈൻഡ് ഇടതുകാല് വരണം, നോക്കുകയൊന്നും വേണ്ട കണ്ണുകൊണ്ട്. ഇത് നിങ്ങൾ ചെയ്തു നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിലോട്ട് കയറുമ്പോൾ അത്ഭുതകരമായ കാര്യമാണ് ഈ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ചെയ്തു നോക്കിക്കൂ. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെ കാര്യങ്ങളുണ്ടോ എന്ന്. ചെയ്യുന്നവർക്കത് അനുഭവമായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കിപ്പം നിങ്ങൾക്ക് ആരെയെങ്കിലും നിങ്ങൾക്ക് അനുകൂലമാക്കണമെങ്കിൽ ആ വ്യക്തിയുടെ മുന്നിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഇടതുകാല് വെച്ച് അങ്ങോട്ട് കയറുക. അപ്പം നിങ്ങൾ ഇടതുകാലിലോട്ട് നോക്കണ്ട, പക്ഷെ നിങ്ങളുടെ മൈൻഡ് ആ ഇടതുകാൽപ്പത്തിയിൽ വരണം, ഇടതുകാലിൽ വരണം. കൃത്യമാണെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമാകും. പക്ഷെ നിങ്ങളുടെ മനസ്സ് വേറെ ഒന്നിനും പോകരുത്. ഇത് കൃത്യമായ വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും. ഇത് ഞാൻ ആദ്യമായിട്ട് പറയുന്ന കാര്യങ്ങളല്ല. ഇത് പലയിടത്തും ഞാൻ പറഞ്ഞു കൊടുത്ത് പലരും പ്രയോജനപ്പെടുത്താറുണ്ട്. ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്, അതെപ്പോഴും പ്രയോജനപ്പെടുത്തുന്നവരുണ്ട്. ഇത് ഞാൻ എത്രയോ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വീഡിയോയിലല്ലാതെ ഞാൻ നോക്കി കൊടുക്കുമ്പോൾ പറയുന്ന കാര്യമാണ്. വീഡിയോയിലും ചിലപ്പോഴൊക്കെ പറയും. ഇത് എത്രയോ അനുഭവമുള്ള കാര്യമാണ്. ചെയ്ത് നോക്കി. ഇതൊന്നും ആരോടും പറഞ്ഞു കൊടുക്കണ്ട. നിങ്ങൾക്ക് ബലം കിട്ടിക്കഴിയുമ്പോൾ മനസ്സിരുന്നാൽ മതി. നമ്മളത് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ശക്തി കുറയുന്നുള്ളതാണ്. നിങ്ങളത് ചെയ്തോളുക. അത്ഭുതകരമായ കാര്യം. ഇത് നിങ്ങൾ ആരോടും ഇതേക്കുറിച്ച് പറയണ്ട. പിന്നെ ഒരു വിദ്യ പറഞ്ഞു തരുന്ന ഒരു ഗുരു എന്ന നിലയിൽ എന്നോട് വേണേൽ അനുഭവം പറയുന്നതിൽ തെറ്റില്ല, വേറെ ആരോടും പറയണ്ട. കാരണം ഒരു വിദ്യ പറഞ്ഞു തരുന്ന ആൾ ഗുരുസ്ഥാനത്താണ്. ഗുരു ഈശ്വരൻ തന്നെയാണ്. അത് ഒരു കുട്ടിയാണെങ്കിലും വിദ്യ പറഞ്ഞു തന്നാൽ ഗുരുവാണ്. അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല, ഇല്ലേ പറഞ്ഞാലില്ലേലും കുഴപ്പമില്ല, പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ വേറെ ആരും കൂടെ പറയണം. എന്നോടും പറയണോ നിർബന്ധമൊന്നുമില്ല. പിന്നെ ചില സന്തോഷം കൊണ്ട് പറയും, സാറേ ഇന്ന കാര്യം ഞാൻ ചെയ്തു, എനിക്കത് ഫലമായി. അതൊരു ഗുരുത്വം കൂടാണ്. അപ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം ഞാൻ പറഞ്ഞു കൊടുത്ത് അവർക്കൊരു ഫലം ഉണ്ടായല്ലോ ഈശ്വര എന്നാൽ ഞാനും വിചാരിക്കുന്നത് അതൊരു ഗുരുത്വമാണ്. അതിൽ തെറ്റില്ല. പക്ഷെ വേറെ ആരോടും പറയണ്ട. നിങ്ങൾ ചെയ്തോളുക. അത്ഭുതകരമായ കാര്യമാണ് ഈ പറഞ്ഞു തരുന്നത്. ഇതാരും ഒരിടത്തും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. കാരണം പറഞ്ഞു തരണം, ഇത് അറിയണം. അറിയാതെ എങ്ങനെ പറഞ്ഞു തരുന്നത്? അത് അറിയണമെന്നുണ്ടെങ്കിൽ ആര് വിചാരിക്കണം? തമ്പുരാൻ വിചാരിക്കണം, ഭഗവാൻ വിചാരിക്കണം. നമ്മളുടെ വഴികളെല്ലാം ആ സന്യാസി അല്ല യോഗിവര്യന്മാർ, ശിവയോഗി, അതാണ് നമ്മുടെ റൂട്ട്. അതങ്ങനെ ഈശ്വര്യമായി കിട്ടുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഇത് കിട്ടത്തില്ല. അല്ലാതെ എത്ര ശ്ലോകങ്ങൾ പഠിച്ചാലും ആത്മീയ കാര്യങ്ങൾ പ്രസംഗിച്ചാലും ഒന്നും ഈ വിദ്യകൾ കിട്ടത്തില്ല. ശരനൂൽ വിദ്യകൾ അത് സാക്ഷാൽ പരമേശ്വരനിൽ നിന്ന് വരുന്ന വിദ്യകളാണ്. അത് ഋഷീശ്വരന്മാർ, യോഗീശ്വരന്മാർ, മഹർഷിമാർ ചെയ്തിരുന്ന വിദ്യകളാണ്, അല്ലെ അവർക്കറിയാവുന്ന വിദ്യകളാണ്. അത് അല്ലാതെ കിട്ടത്തില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളായി പറഞ്ഞു തരുന്നത്. അത് എന്തിനാണ് പറഞ്ഞു തരുന്നത്? ഓരോ കുടുംബത്തിലും സന്തോഷം, സമാധാനം ഉണ്ടാകണം. കാരണം ഈ എനിക്ക് ഒരുപാട് കുടുംബങ്ങളിൽ കലഹങ്ങളുടെ എന്നോട് ആളുകൾ വന്ന് പറയാറുണ്ട്, അവരുടെ അവസ്ഥകൾ പറയാറുണ്ട്. അതിലൊക്കെ കേൾക്കുമ്പോൾ ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് വളരെ വിഷമം തോന്നാറുണ്ട്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ഈശ്വര എല്ലാ കുടുംബങ്ങളിലും സന്തോഷം ഉണ്ടാകണം. അവരപ്പം പിന്നീട് എന്നോട് പറയും, സാറേ അത് ചെയ്ത് ഞങ്ങളുടെ വീട്ടിൽ സന്തോഷം ഉണ്ടായി, ഞങ്ങളിപ്പോൾ ഐക്യത്തോടെ താമസിക്കും. അങ്ങനെ പറയും, ഐക്യത്തോടെയാണ് താമസിക്കുന്നത്. എന്ത് സന്തോഷമെന്ന് അറിയാം. അല്ലാതെ എന്നെ വിളിച്ച് എന്നെ ഒരാൾ ഒരു ഷാലിട്ട് ആദരിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് പുകഴ്ത്തി പറയുകയോ അതൊന്നുമല്ല. അതൊന്നും നമുക്ക് വേണ്ടതാണ്. അനുഭവം, ഒരാളുടെ ജീവിതം മാറിയിട്ട് ആ വ്യക്തി പറയുക, സാറേ നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്തു, എൻ്റെ വീട്ടിൽ സന്തോഷമായി, ഐക്യമായി, ഞങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നു.
ആ ഒരൊറ്റ വാക്ക് മതി നമുക്ക് തൃപ്തിയാകും. അതാണ് നമുക്ക് വേണ്ടത്, അല്ലാതെ നമുക്ക് വേറൊന്നും വേണ്ട. നമുക്ക് അല്ലാതെ ആ സന്തോഷം വേറെ ഒന്നിനും കിട്ടത്തില്ല. അപ്പം അങ്ങനെ എല്ലാ കുടുംബങ്ങളിലും 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലേക്ക് ആ മാറ്റങ്ങൾ വരുമ്പോൾ നമുക്കത് വലിയ സന്തോഷമാണ്. ഇനിയും തിങ്കളാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ വൈകുന്നപാട് പോകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാട് ചെയ്യുക. എണ്ണയോ കുവളത്തുമാലയോ ആ ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലിയോ വെള്ള നിവേദ്യമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇതെല്ലാം കൂടെ ഒരാൾ ചെയ്യാനല്ല പറഞ്ഞത്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വഴിപാടും ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ക്ഷേത്രത്തിലെ മണ്ഡപം കാണുമല്ലോ, ഇരിക്കുന്ന മണ്ഡപം കാണുമല്ലോ, അവിടെ ഇരുന്ന് നിങ്ങൾ ശിവായ നമ ജപിക്കണം. ഓം ചേർക്കാതെ ശിവായ നമ ജപിക്കുമ്പോൾ ഹൃദയത്തിൽ ശിവലിംഗം ധ്യാനിക്കണം. എന്നിട്ട് നിങ്ങൾ ഹൃദയത്തിൽ ധ്യാനിച്ചിട്ട് ശിവായ നമ ജപിക്കുക. ശിവായ നമ ജപിച്ചു കഴിഞ്ഞ് നിങ്ങൾ മഹാലക്ഷ്മിയുടെ മന്ത്രം ജപിക്കണം. അതേത് മന്ത്രവും ജപിക്കാം. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. ഞാനൊരു മന്ത്രം പറഞ്ഞതേ ഉള്ളൂ. മഹാലക്ഷ്മിയുടെ മന്ത്രം ജപിക്കുക. എന്നിട്ട് നിങ്ങളുടെ കണ്ണ് തുറന്നുകൊണ്ട് തന്നെ ഉച്ചിയിൽ ശ്രദ്ധിച്ച് ഒരു ചിന്തയില്ലാതെ വെറുതെ ഇരിക്കുക. അത് അല്പസമയം ചെയ്താൽ മതി. ഉറപ്പായിട്ടും നിങ്ങൾക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും ശിവൻ്റെ അനുഗ്രഹവും നിങ്ങളുമായിട്ട് കണക്റ്റ് ആകും. അല്പം നേരം ചെയ്താൽ മതി. തിങ്കളാഴ്ച വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ ഇരുന്ന് ചെയ്യണത്. ഇനി തിങ്കളാഴ്ച വൈകിട്ട് ശിവക്ഷേത്രത്തിൽ നിന്ന് ചെയ്യാൻ പറ്റാത്തവർ തിങ്കളാഴ്ച വൈകിട്ട് വീട്ടിൽ ഇരുന്ന് ചെയ്യുക. ഇനി വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റാത്തവർ വേറെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ അവിടെ ഇരുന്നാണെങ്കിലും ചെയ്യുക. അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. നമ്മൾ അതും ഇതും ചെയ്യുന്നതിലല്ല കാര്യം. നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യുമ്പോഴാണ് ശരിക്കും ജീവിതം മാറുന്നത്. അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് മാത്രമാണ് പറഞ്ഞിരുന്നത്. ഇനി ഞാൻ ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ടായതുകൊണ്ട് പറയുകയാണ്. ഇത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ പച്ച കോട്ടൺ തുണി ജൗളിക്കടയിൽ നിന്ന് വാങ്ങുക. അല്പം വാങ്ങിയാൽ മതി. അല്ലേ ഇപ്പോൾ അവർ 1 മീറ്ററോ 1/2 മീറ്ററോ കുറച്ച് തരത്തില്ല. ബാക്കി നമ്മൾ കട്ട് ചെയ്ത് ബാങ്ക് പാസ്ബുക്ക് നമ്മുടെ കയ്യിലുള്ള പോലെ 500, 100, 50 എത്രയാണെന്ന് വെച്ചാൽ പണം, പിന്നെ ATM കാർഡ്. നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ പല ബാങ്കിൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും എടുക്കേണ്ടാത്ത പാസ്ബുക്കും എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാൽ എപ്പോഴും എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള പാസ്ബുക്ക്, ATM കാർഡ്, പണം. ഇത് ഈ പച്ച കോട്ടൺ തുണി, പട്ട് വേണമെന്നില്ല, പച്ചപ്പട്ട് വേണമെന്നില്ല. പച്ചപ്പട്ടാണേലും നല്ലതാണ്, അത് ചെയ്തവർക്കും ഫലമുണ്ടായിട്ടുണ്ട്. ഇനി പച്ച കോട്ടൺ തുണിയാണെങ്കിലും മതി. പച്ചപ്പട്ടോ പച്ച കോട്ടൺ തുണിയോ ഏതാണെങ്കിലും കുഴപ്പമില്ല, ഫലം ഉണ്ടാകും. അതിൻ്റെ അത് വെച്ച് പൊതിഞ്ഞ് നിങ്ങളൊരു ട്രോയ് വെച്ച് പൂട്ടുക. ആവശ്യമുള്ളപ്പോൾ എടുക്കാം. അതുപോലെ പണം മാറ്റി വെക്കുക, അതിനകത്തും കുഴപ്പമില്ല. ഉറപ്പായിട്ട് സാമ്പത്തിക കയറ്റം ഉണ്ടാകും. ഞാൻ പറഞ്ഞു ചെയ്ത് സാമ്പത്തികമുണ്ടായി, വലിയ സാമ്പത്തികം ഉണ്ടായി. അവർ വലിയ ലക്ഷങ്ങളുടെ വീട് വെച്ച് അവരുടെ കയറ്റാമസിന് ഞാൻ പോയി. വലിയ സന്തോഷമായിരുന്നു. എത്രയോ അനുഭവങ്ങൾ ഉറപ്പാണ്. നിങ്ങൾ ആ വിശ്വാസത്തോടെ ചെയ്യുക. പണം ആവശ്യമുള്ളപ്പോൾ മാറ്റി വെക്കാം, പുതിയ കാശ് വെക്കാം, അതിനൊന്നും കുഴപ്പമില്ല. ഇത് എപ്പോഴും കഴിവതും തുറന്ന് നോക്കരുത്. ആഴ്ചയിലൊന്നോ ഇനി ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക, അതിനകത്ത് തെറ്റൊന്നുമില്ല. ഈ ഡ്രോയ്ക്കകത്ത് വെച്ച് അങ്ങ് പൂട്ടിയേക്കണം. പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പൈസ വേണേൽ മാറ്റി വെക്കാം. അത്യാവശ്യം ഉണ്ടെങ്കിൽ പണം എടുക്കുക, അതിനകത്തും തെറ്റില്ല. അത്യാവശ്യം ഉണ്ടെങ്കിൽ പാസ്ബുക്ക് എടുക്കുക, അതിലൊന്നും തെറ്റില്ല. കഴിവതും നമ്മൾ കുറച്ച് നോക്കുക, എപ്പോഴും എടുത്ത് നോക്കാതെ ഡ്രോയ്ക്കകത്ത് വെച്ച് പൂട്ടുക. ഇത് വീട്ടിൽ ചെയ്യാം, ഓഫീസിൽ ചെയ്യാം, എവിടെ വേണമെങ്കിലും ചെയ്യാം. പണം വർദ്ധിച്ചു വരും. കാരണം അതൊരു മഹാരഹസ്യമാണ്. ആ രഹസ്യം എന്താ നിങ്ങൾക്കറിയാമോ? നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതിനെക്കാട്ടിലും നമ്മുടെ കണ്ണിന് ഹൈഡ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ മനസ്സ് കൂടുതൽ ജാഗരൂകമാകും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, ഈ ചില ആളുകൾ ഈ പോക്കറ്റിനകത്തൊരു പോക്കറ്റ് കാണും, അതിൻ്റെ അകത്ത് പണം സൂക്ഷിക്കുന്നവരുണ്ട്. പണ്ട് കാലങ്ങളിൽ ഈ നിക്കറിട്ടിട്ട് അതിൻ്റെ അകത്ത് പണം സൂക്ഷിക്കുന്നവരുണ്ട്. ചില ആളുകൾ എപ്പോഴും പൈസ ഇങ്ങനെ എടുക്കത്തുള്ളൂ, അകത്തെ പോക്കറ്റിൽ. ഇപ്പം ഈ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാതെ ഹൈഡ് ചെയ്ത് ഈ പണം വയ്ക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിലെപ്പോഴും ജാഗരൂകമായിരിക്കും. നമ്മളതേക്കുറിച്ച് ചിന്തിച്ചില്ലേ പോലും നമ്മൾ ചിന്തിക്കരുത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നൊരു പ്രോസസ്സാണ്. അത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു പ്രവർത്തനമാണ്. നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. ഇനിയും ഒരുപാട് അനുഭവമുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞു തരികയാണ്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വീട്ടിലേക്ക് അരി സാധനമൊക്കെ വാങ്ങുക. ഒരിക്കലും സാധനത്തിന് പഞ്ഞം ഉണ്ടാകത്തില്ല, ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഏതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ 1 കിലോ മതി, 1 കിലോ അരി വാങ്ങിച്ചാൽ മതി. ഇനി 1 ചാക്ക് അരി മേടിച്ച് വെക്കാമെങ്കിൽ അതങ്ങനെ വെക്കുക.
ചൊവ്വാഴ്ച ധനധാന്യങ്ങൾ വീട്ടിലേക്ക് കയറ്റിയാൽ വർദ്ധിച്ചു വരും, യാതൊരു സംശയവും വേണ്ട. ഏതായാലും നമ്മൾ മാസത്തിൽ അരി സാധനം വാങ്ങുന്നുണ്ട്, അത് ആവശ്യമുള്ളപ്പോഴാണ് വാങ്ങുന്നത്. ഇനി ചൊവ്വാഴ്ച നമുക്ക് അത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി വെക്കാമെങ്കിൽ ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ വാങ്ങിച്ചോളുക. ചൊവ്വാഴ്ച കുറച്ചെങ്കിലും വീട്ടിലേക്ക് അരി സാധനവും ധനവും കയറ്റുക. ചൊവ്വാഴ്ച ഒരു ദിവസം വീട്ടിൽ ആ ധനം സൂക്ഷിക്കണം, വർദ്ധിച്ചു വരും, ഒരു സംശയം വേണ്ട. ചൊവ്വാഴ്ചകൾക്ക് അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതൊക്കെ ആ വിശ്വാസത്തോടെ ചെയ്യുമ്പോഴാണ് ബലം ഉണ്ടാകുന്നത്. അത് ചെയ്തിട്ടൊന്നും കാര്യമില്ല, വെറുതെ സമയം കളയുന്നത് തോന്നുന്നു. ശരിയായിട്ട് മനസ്സിലാക്കി ശരിയായിട്ട് അതിന് കൊടുക്കേണ്ട ഒരു വിശ്വാസത്തിൽ അത് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക. എല്ലാം നല്ല കാര്യങ്ങളാണ്, ഒരുപാട് ജീവിതങ്ങൾ മാറിയ കാര്യങ്ങളാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ. ഓം ശിവായ നമഃ. എന്നവ ശിമ മവയന ശി ശിയന മവ വശിമയന. ഓം ശിവശിവ 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 ശിവോഹം.